ഇപ്പൊ എനിക്കിപ്പോ എന്ത് നോബൽ പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞാലും വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യാൻ ഒരിക്കലും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ, അതായത് ആ ഇന്റർവ്യൂ കൊടുത്തില്ലേ, JRF കിട്ടിയ അടുത്ത ദിവസമാണ് ഞാൻ ആ ഇന്റർവ്യൂ കൊടുക്കുന്നത്. അപ്പോൾ ആ ഇൻ്റർവ്യൂ കൊടുത്ത് ഞാൻ വീട്ടിൽ ജാസിയുടെ അടുത്തോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ വീട്ടിൽ പോയിട്ട് വളരെ കാഷ്വലായിട്ട് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴാണ് വീട്ടിൽ നിന്ന് കോൾ വരുന്നത്. ആ ഇൻ്റർവ്യൂ കൊടുത്ത് ഇറങ്ങി ദ വെരി നെക്സ്റ്റ് മൊമെൻറ്റിൽ വീട്ടിൽ നിന്ന് കോൾ വരുന്നത്. അങ്ങനെ ആ ഒരു ലൈക്ക് JRF എന്നതിലുപരി അവർക്ക് ആ ഒരു ഇമോഷണൽ സംഗതി വരുമല്ലോ. ഉപ്പാക്ക് വയ്യാതായ സമയത്ത് ഉപ്പ വളരെയധികം ആഗ്രഹിച്ചിരുന്നു എന്നെ കാണാനും ഒക്കെ. അപ്പോൾ പിന്നെ അത് നടന്നു എന്നുള്ളതാണ്. പിന്നെ JRF കിട്ടിയ അന്നത്തെ ദിവസം രാത്രി ഞാൻ മറക്കില്ല. കാരണം ഭയങ്കര ഒരു ഇമോഷണൽ ഭയങ്കര ഒരു അവസ്ഥയിലൂടെ പോയത്. ഭയങ്കര സന്തോഷിക്കേണ്ട ഒരാൾ എനിക്കൊരു അട്രോസിറ്റി നേരിടേണ്ടി വന്നു. അപ്പോൾ ആ ഒരു അട്രോസിറ്റിയുടെ ട്രോമ എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ അത് അന്ന് നേരിടേണ്ടി വന്നൊരു ഗതികേടിൽ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു എനിക്ക് ചോദിക്കാനും പറയാനൊരു ഫാദറും ബ്രദറൊക്കെ എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഭയങ്കരമായിട്ട് കൊതിച്ചിരുന്നു. മേ ബി ആ കൊതിച്ചത് ഭയങ്കരമായിട്ട് തീവ്രമായൊരു മാനിഫെസ്റ്റേഷൻ ആയതുകൊണ്ടായിരിക്കാം അപ്പം തന്നെ ഇമ്മീഡിയറ്റ്ലി ഒരു അക്സെപ്റ്റൻസ് ഉണ്ടായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.